10-60 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അന്ന് ഈ ടെലിവിഷൻ ചാനലുകളില്ല, സോഷ്യൽ മീഡിയയും ഇല്ല. മനുഷ്യർക്ക് കാര്യങ്ങൾ അറിയുന്നതിന് അച്ചടി പത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അക്കാലത്ത് കേരളകൗമുദി പത്രത്തിൻ്റെ ഒന്നാം പേജിൽ വന്ന ഒരു സ്റ്റോപ്പ് പ്രസ് വാർത്ത. ഈ സ്റ്റോപ്പ് പ്രസ് എന്താണെന്ന് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അറിയാൻ പാടില്ല. അതായത് പത്രം അച്ചടി പൂർത്തീകരിച്ചതിന് ശേഷം പെട്ടെന്ന് വരുന്നൊരു വാർത്തയാണ്. അപ്പോൾ അച്ചടി നിർത്തിവച്ചിട്ട് ഈ ഏതെങ്കിലും ഒരു വാർത്ത എടുത്തു മാറ്റി ഒന്നാം പേജിൽ ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ മാത്രം അച്ചടിക്കുന്നതിന് സ്റ്റോപ്പ് പ്രസ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും. പക്ഷേ പത്രം പൂർണ്ണമായിട്ട് അച്ചടിച്ച് കഴിഞ്ഞതുകൊണ്ട് അത്തരം സ്ഥലത്തെ ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു വാർത്ത, അതിൻ്റെ ഒരു സൂചന മാത്രം ഏറ്റവും കുറഞ്ഞ വാചകത്തിൽ അച്ചടിക്കുന്നതിനാണ് സ്റ്റോപ്പ് പ്രസ് എന്ന് പറയുന്നത്. വാർത്ത എന്തായിരുന്നു വെച്ചാൽ മലയാളികളെ ഞെട്ടിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്ത വാർത്തയാണ്. ഹുഗ്ലി നദിയിൽ വെള്ളപ്പൊക്കം. ഹൗറ സ്റ്റേഷനിൽ ഉറങ്ങിക്കിടന്ന 25,000 പേർ പാകിസ്ഥാനിലേക്ക് ഒഴുകിപ്പോയി എന്നാണ്. ഇത് വായിച്ചവരൊക്കെ അമ്പരന്ന് പോയി. കാരണം എന്താ വെച്ചാൽ പാകിസ്ഥാൻ നമ്മുടെ ഒരു ശത്രു രാജ്യമാണ്, പണ്ട് തൊട്ടേ ശത്രുവാണ്. ഈ സംഭവം നടക്കുന്നത് 1967 68 അങ്ങനെ ആയിരിക്കും. അപ്പോൾ യുദ്ധം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള 65 യുദ്ധം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. ഹൗറ സ്റ്റേഷനിൽ ഉറങ്ങിക്കിടന്ന 25,000 ആളുകൾ, മനുഷ്യ വ്യക്തികൾ, ഈ ഹുഗ്ലി നദിയിലെ വെള്ളപ്പൊക്കം നിമിത്തം പാകിസ്ഥാനിലേക്ക്, നമ്മുടെ ശത്രു രാജ്യത്തേക്ക് ഒഴുകിപ്പോയവർക്ക് ജീവനുണ്ടോ ഇല്ലയോ, ഇനി അവരുടെ ശവമെങ്കിലും തിരിച്ചു കിട്ടൂ എന്ന് ആർക്കും ഒരു ഉറപ്പില്ല. കേരളകൗമുദിയിൽ മാത്രം വന്ന ഈ വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ്സിലില്ല, ഹിന്ദുവിലില്ല, മാതൃഭൂമിയിലില്ല, മനോരമയിലില്ല, മറ്റൊരു പത്രത്തിലുമില്ല. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചാൽ ടെലിപ്രിൻ്ററിൽ വന്ന ഒരു മെസ്സേജായിരുന്നു. ഫ്ലഡ് ഇൻ ഹുഗ്ലി റിവർ. ഹുഗ്ലി നദിയിൽ വെള്ളപ്പൊക്കം. 25,000 സ്ലീപ്പേഴ്സ് വാഷ്ഡ് അവേ ടു ഈസ്റ്റ് പാകിസ്ഥാൻ. ഹൗറ സ്റ്റേഷനിൽ ആട്ടിയിട്ട് വെച്ചിരുന്ന 25,000 റെയിൽവേ സ്ലീപ്പറുകൾ ഈ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പോയി. സംഗതി ശരിയാണല്ലോ, കിഴക്കൻ പാകിസ്ഥാൻ തൊട്ട അയൽവക്കത്താണ്. നദിയിലൂടെ ഒഴുകി അങ്ങോട്ട് പോയി. 25,000 റെയിൽവേ സ്ലീപ്പേഴ്സാണ്. ഈ സ്ലീപ്പേഴ്സ് എന്നുള്ളത് ഉറങ്ങിക്കിടന്ന ആൾ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുകൊണ്ട് പറ്റിയ അബദ്ധം. അങ്ങനെ അത് കേരളത്തിലെ പത്രപ്രവർത്തന ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ജോക്കുകളിൽ ഒന്നായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം. ഇത് പറയുമ്പോൾ ഇതുപോലുള്ള അബദ്ധങ്ങൾ മറ്റ് പല പത്രങ്ങളിലും വന്നിട്ടുണ്ട്. മനോരമയിലും വന്നിട്ടുണ്ട്, മാതൃഭൂമിയിലും വന്നിട്ടുണ്ട്, ദേശാഭിമാനിയിലും വന്നിട്ടുണ്ട്. അതിൽ ദേശാഭിമാനിയിൽ വന്ന ഒരു തമാശയാണ് തമാശ. അമേരിക്കൻ നാഷണൽ ഡേ, അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യദിനം ജൂലൈ 4. 2009 ഈ അമേരിക്കൻ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് തീറ്റ മത്സരം സംഘടിപ്പിച്ചു. അവിടുത്തെ അതൊരു പ്രധാനപ്പെട്ട സംഘടനക്കാരാണ്. ആ തീറ്റ മത്സരത്തിൻ്റെ തത്സമയ സംപ്രേഷണം CNN ചാനൽ സംപ്രേഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായി. ഇത് സംബന്ധിച്ച വാർത്ത മലയാളത്തിൽ വേറെ ഒരു പത്രത്തിലും വന്നില്ല, ദേശാഭിമാനിയിൽ മാത്രമേ വന്നു. ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്: പട്ടി തീറ്റ മത്സരം, അമേരിക്കക്കാരൻ റെക്കോർഡ് സ്ഥാപിച്ചു. അമേരിക്കൻ ദേശീയ ദിനമായ ജൂലൈ 4 പ്രമാണിച്ച് നടത്തിയ തീറ്റ മത്സരത്തിൽ ആളുടെ പേര് പറഞ്ഞത് ഇന്നയാൾ, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ടായിരുന്ന ആ റെക്കോർഡ് തിരുത്തി കുറിച്ചു. 72 പട്ടികളെ പുള്ളി ചൂടോടെ ഭക്ഷിച്ചു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഹോട്ട് ഡോഗ് എന്നുള്ള ഒരു പലഹാരമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ പരിപ്പോട എന്നൊക്കെ പറഞ്ഞ പോലെ. ഈ ദേശാഭിമാനിയുടെ ഡെസ്കിലിരിക്കുന്ന സഹാക്കൾക്ക് ഹോട്ട് ഡോഗ് എന്താണെന്ന് അറിയില്ല. അവർ കണ്ടിട്ടുമില്ല, തിന്നിട്ടുമില്ല, അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല, അറിയാനും പാടില്ല. ഹോട്ട് ഡോഗ് എന്നുള്ളത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ചൂടുള്ള പട്ടി എന്നായിട്ട് മാറി. അതാണ് പട്ടി തീറ്റ മത്സരം എന്ന് ഹെഡിങ് കൊടുത്തത്. 72 പട്ടിയെ ചൂടോടെ ഭക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ടെന്ന 68 പട്ടിയുടെ റെക്കോർഡ് പുള്ളി തിരുത്തി കുറിച്ചു എന്നാണ് ദേശാഭിമാനിയിലെ സഖാവിന് മനസ്സിലായത്. അതവിടെ അവസാനിച്ചില്ല. അന്ന് രാവിലെ മണലൂർ MLA ആയിരുന്ന മുരളി പെരുന്നെല്ലി ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു. സാർ, അമേരിക്കയിൽ ഇപ്പോൾ ഭയങ്കര പട്ടിണിയാണ് സാർ, അവിടെ ആളുകൾ പട്ടിയെ തിന്നാണ് ജീവിക്കുന്നത് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള ചില ആളുകൾക്കെങ്കിലും അറിയായിരുന്നു ഹോട്ട് ഡോഗ് എന്താണെന്നുള്ളത്. അവർ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഡെസ്കിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇങ്ങനത്തെ മണ്ടത്തരമൊക്കെ എഴുതി വിടല്ലേ, ഇതൊരു പലഹാരമാണ്, അല്ലാതെ പട്ടിയല്ല ആളുകൾ തിന്നുന്നത്. അപ്പോൾ പിറ്റേ ദിവസം തിരുത്തു കൊടുത്തു. ഇങ്ങനെ ഒരു തെറ്റ് വരാനിടയിൽ നിർവ്യാജം ഖേദിക്കും. അപ്പോൾ ഈ ഒരു ഖേദത്തോടെ പ്രശ്നം. ഞാനിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ സാങ്കത്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കും. നമ്മുടെ അഭിമന്യ മുഖ്യമന്ത്രി VD സതീശൻ അവർകൾ കഴിഞ്ഞ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു, കോഴിക്കോട്ട് ബൈ മീ എ കോഫി എന്ന ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇയാൾ ഏതോ ചായക്കടയാണ് ഉദ്ഘാടനം ചെയ്തത്, കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു എന്നാണ് കേരളത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ ധരിച്ചത്.
നമ്മളൊക്കെ വിചാരിച്ചാൽ മനസ്സിലാക്കാം. നമുക്കൊക്കെ ഇത്രയല്ലേ വിവരമുള്ളൂ. പാമരന്മാരാണ്, പറയത്തക്ക വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണ്, നല്ല അറിവില്ലാത്തവരാണ്, ലോകപരിചയം കുറഞ്ഞവരാണ് എന്ന് വിചാരിക്കും. പക്ഷേ മഹാപണ്ഡിതനായ നമ്മുടെ തലക്കകത്തും പുറത്തുമില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു പത്രപ്രവർത്തകനുണ്ടല്ലോ, ട്രീ കട്ടർ ചാനലിൽ. പുള്ളി അവിടെ ഇരുന്നിട്ട് സതീശനെതിരായിട്ട് ചന്ദ്രഹാസം എടുത്തു. അദ്ദേഹം പറഞ്ഞത്, എന്തൊരു തോന്നിവാസമാണ് നോക്കൂ, ഈ സംസ്ഥാനം ഇങ്ങനെ വെള്ളപ്പൊക്കക്കെടുതി കൊണ്ട് കയ്യും കാലോട്ട് അടിക്കുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പറന്ന് കോഴിക്കോട്ട് ചെന്ന് ഒരു കാപ്പിക്കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കും. ബൈ മീ എ കോഫി എന്ന് കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ തോന്നും. എനിക്കൊരു കാപ്പി വാങ്ങി തരും എന്നാണ് അതിൻ്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ. ഇദ്ദേഹം അത് അക്ഷരാർത്ഥത്തിലെടുക്കുകയും ബൈ മീ എ കോഫി എന്താണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ആ എഡിറ്റോറിയൽ ഡെസ്കിലാണ് ഇരിക്കുന്നത്. ഇദ്ദേഹം ഒരു പണ്ഡിതനായതുകൊണ്ട് ഇദ്ദേഹം പറയുന്നതൊക്കെ ആളുകൾ വിശ്വസിക്കുമല്ലോ എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോട്ട് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ പിന്നീട് സംഗതി മനസ്സിലായത് അതൊരു തൊഴിൽ സ്ഥാപനമാണ്. നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകൾക്കൊക്കെ എന്തോ ചെറിയ ചില്ലറ കിട്ടാൻ ഉതകുന്ന ഒരു സംവിധാനമാണ്, ആഗോള സംവിധാനമാണ്. അതിൻ്റെ കോഴിക്കോട്ടെ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുരോഗതിയിലേക്കുള്ള ഒരു കാൽവെപ്പ് എന്ന രീതിയിൽ ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെയാണ് രാജ്യത്തിന് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടിച്ചത്. പുള്ളി ആകെ 15 മിനിറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൽ കയറിയിട്ടും അല്ല ചേർന്നത്. പക്ഷേ ഈ തലക്കകത്തും പുറത്തൊന്നുമില്ലാത്ത വിഖ്യാതനായ പത്രപ്രവർത്തകൻ വിചാരിച്ചത് മുഖ്യമന്ത്രി കാപ്പിക്കടയുടെ ഉദ്ഘാടനം തുടങ്ങി. പണ്ട് ഈ പാണക്കാട്ട് തങ്ങന്മാർ സ്വർണ്ണാഭരണശാലകളുടെ ഉദ്ഘാടനം നടത്തി. തങ്ങളുടെ പ്രധാനപ്പെട്ട 2 ജോലികൾ: ഒന്ന്, പാണക്കാട്ട് വരുന്ന ആളുകൾക്ക് നൂലെഴുതി കെട്ടലും; 2, സ്വർണ്ണാഭരണശാലയുടെ ഉദ്ഘാടനമാണ് എന്ന് പണ്ട് ശത്രുക്കൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചു. ആര്യയുടെ മുഹമ്മദൊക്കെ അങ്ങനെ തമാശയായിട്ട് പറഞ്ഞു. പക്ഷേ അതുപോലെയുള്ള പരിപാടി പുള്ളി തുടങ്ങിയായിരിക്കും. മുഖ്യമന്ത്രി ഇപ്പോൾ കാപ്പിക്കടയുടെ ഉദ്ഘാടനം തുടങ്ങി. ഇനി പുള്ളി അധികം വൈകാതെ ബാർബർ ഷാപ്പിൻ്റെ ഉദ്ഘാടനം തുടങ്ങും എന്ന് ജനങ്ങൾ വിചാരിച്ചു. അത് സ്വാഭാവികമാണ്. പക്ഷേ സംഭവം കാപ്പിക്കട ആയിരുന്നില്ല. ബൈ മീ എ കോഫി എന്ന് പറഞ്ഞത് ആ ഒരു തൊഴിൽ സംരംഭമാണ്. അതിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത് പ്രത്യേകിച്ച് നന്നായി. കാരണം എന്ന് വെച്ചാൽ ആളുകൾക്ക് അറിയാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. പുള്ളി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിന് കുറേ കൂടി പ്രസിദ്ധി ഉണ്ടായി. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തും ഉയർന്നു വരാനായിട്ട് ഇത് ഇടവരുത്തി. കാര്യം ഈ മൊട്ടത്തലയൻ മണ്ടനാണെങ്കിലും ഇവൻ കൊടുത്ത ഈ മണ്ടത്തരം കൊണ്ട് ഇങ്ങനൊരു സ്ഥാപനം കോഴിക്കോട്ടുണ്ടെന്ന് നാട്ടുകാരൊക്കെ അറിഞ്ഞു, ഞാനടക്കറിഞ്ഞു. അല്ലെങ്കിൽ നമ്മളാരും അറിയില്ല. മുഖ്യമന്ത്രി ഉദ്ഘാടിച്ചാൽ പോലും എത്ര ആൾക്കാരറിയും, ഇല്ലേ? ഏതെങ്കിലും പത്രത്തിൻ്റെ പ്രാദേശിക പേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ACB പോലുള്ള ചാനലിൻ്റെ നാട്ടുകാർ മാത്രം കാണുന്ന ഒരു മൂലയിലോ അതിൻ്റെ വാർത്ത വരുമായിരുന്നു. ഇദ്ദേഹത്തെ പോലെ പണ്ഡിതനായൊരു വ്യക്തി ഇതുപോലത്തെ മണ്ടത്തരം പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു സ്ഥാപനമുള്ള കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. നമ്മളെപ്പോലുള്ളവർക്ക് ചർച്ചാ വിഷയമായി. പണ്ട് കേരളകൗമുദിക്ക് പറ്റിയ അബദ്ധവും പിൽക്കാലത്ത് ദേശാഭിമാനിക്കാർക്ക് പറ്റിയ മണ്ടത്തരവും ഇപ്പോൾ ഈ മൊട്ടത്തലയിന് പറ്റിയ അബദ്ധമൊക്കെ അയവിറക്കാനും ഓർമ്മിക്കാനും ഓർത്തോർത്ത് ചിരിക്കാനും ഒരു അവസരം ഉണ്ടായി. ഏതായാലും നന്നായി. ജയ് ഹിന്ദ്.